കടക്കാം. ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് മാധ്യമങ്ങളെ കാണുന്നു. അവിടെ തിരുവാഭരണ കമ്മീഷൻ രേഖപ്പെടുത്തിയതിൽ ഉണ്ടായിരിക്കുന്നു. ഇപ്പോൾ കൊണ്ടുപോകുന്നതിന് മുമ്പ് 14 പാളികളിലായി 38 കിലോഗ്രാം. അതിലുണ്ടായിരുന്ന സ്വർണത്തിന്റെ സാന്നിധ്യം 397 ഗ്രാമാണ്. 397 ഗ്രാം. ഇതിൽ ഈ 14 പാളികൾ ഞങ്ങൾക്ക് കൊണ്ടുപോകേണ്ടി വന്നില്ല. 12 പാളികൾ മാത്രമേ നമുക്ക് കൊണ്ടുപോകേണ്ടി വന്നുള്ളൂ. അത് 22 കിലോഗ്രാമാണ്. അതിലുണ്ടായിരുന്ന സ്വർണത്തിന്റെ അംശം 281 ഗ്രാമാണ്. ആ 22 പാളികൾ 12 പാളികളിലായി 22 കിലോഗ്രാം തൂക്കം, 281 ഗ്രാം സ്വർണം. അതാണ് ഞങ്ങൾ 281 ഗ്രാം സ്വർണം. അതാണ് ഞങ്ങൾ എങ്ങോട്ട് കൊണ്ടുപോയത്? ചെന്നൈയിലേക്ക് കൊണ്ടുപോയത്. അവിടെ ചെന്നൈയിലെത്തി കേവലം 10 ഗ്രാം മാത്രമാണ് ഇതിൻ്റെ നവീകരണത്തിന് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി വന്നത്. കേവലം 10 ഗ്രാം മാത്രം. അവിടെ പോയി ഇത് നവീകരണം കഴിഞ്ഞു. കോടതിയുടെ ഇത്തരം കാര്യങ്ങളിലെല്ലാം കോടതിയെ ബോധ്യപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് കോടതി തിരിച്ചു കൊണ്ടുവരാൻ ഞങ്ങളോട് പറഞ്ഞു. അങ്ങനെ കോടതിയുടെ ഉത്തരവനുസരിച്ച് ഞങ്ങൾ തിരിച്ചു കൊണ്ടുവന്നു. തിരിച്ചു കൊണ്ടുവന്നപ്പോൾ 12 പാളികളിലായി 22 കിലോഗ്രാം 281 ഗ്രാം എന്നുള്ളത് 10 ഗ്രാമും കൂടെ കൂടി 291 ഗ്രാമായി മാറി. അത് തിരിച്ചുകൊണ്ട് ഇവിടെ ലോക്കറിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഇപ്പോൾ 38 കിലോഗ്രാമും പഴയ ഉണ്ടായിരുന്ന 14 പാളികളിലായി ഉണ്ടായിരുന്ന 397 ഗ്രാമും കൂടാതെ അഡീഷണലായി വന്ന 10 ഗ്രാമും കൂടി ചേർത്ത് 407 ഗ്രാം സ്വർണം ഇപ്പോൾ അവിടെ ലോക്കറിലുണ്ട്. കോടതിയുടെ പെർമിഷൻ കിട്ടി. ഞങ്ങൾക്ക് ഒക്ടോബർ 17 ഞങ്ങൾ അവിടെ സ്ഥാപിക്കും. തന്ത്രിയുടെ അനുവാദത്തോടുകൂടി ഞങ്ങൾ അവിടെ സ്ഥാപിക്കും. എന്നിട്ട് നിങ്ങൾ ചോദിച്ചൊരു ചോദ്യമുണ്ട്. അതാ ഇപ്പോൾ ചോദിച്ചൊരു ചോദ്യമുണ്ടല്ലോ, എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സേവനം തേടിയത്? ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സേവനം തേടിയത് ഇതൊരു ആധികാരികമായ സ്ഥാപനമാണ് ചെന്നൈയിലുള്ളത്. അതിൻ്റെ ആധികാരികതയെ സംബന്ധിച്ചൊക്കെ നിങ്ങൾ ചാനലുകളിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ ആധികാരികമായ സ്ഥാപനത്തിൽ 40 വർഷത്തെ വാറണ്ടി ഉണ്ട്. ആ 40 വർഷത്തെ വാറണ്ടി അൺഫോർച്ചുനേറ്റ്ലി ഈ ഉണ്ണികൃഷ്ണൻ പേറ്റിയുടെ പേരിലാണ്. ഉണ്ണികൃഷ്ണൻ പേറ്റിയുടെ പേരിൽ ആയതുകൊണ്ടാണ് ഈ 40 വർഷത്തെ വാറണ്ടി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേരിലായതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ സ്പോൺസറുടെ സേവനം തേടേണ്ടി വന്നത്. വെറും 10 ഗ്രാമാണ്. നിങ്ങൾ നോക്കൂ, വെറും 10 ഗ്രാമാണ് ഞങ്ങൾക്ക് ഇയാൾ സ്പോൺസറായി തന്നിരിക്കുന്നത്. ഈ 10 ഗ്രാം എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റിന് വഹിക്കാൻ പറ്റുന്ന കാര്യമല്ലേ? പക്ഷേ എന്നിട്ടും ഈ 40 വർഷത്തെ വാറണ്ടി ആയിരുന്നു ഞങ്ങളുടെ പ്രശ്നം. ആധികാരികമായ സ്ഥാപനമാണ്. വേറൊരു സ്ഥാപനത്തിലേക്കും എത്രയോ കാലങ്ങളായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മാത്രമല്ല, എല്ലാ ദിവസങ്ങളുടെയും കൃത്യമായ കാര്യങ്ങൾ നടത്തുന്ന ആധികാരികമായ ഒരു സ്ഥാപനമാണ്. സ്വാഭാവികമായും ഈ അയാളുടെ പേരിലായതുകൊണ്ട് ഞങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ സേവനം തേടിയേ പറ്റുള്ളൂ. അതുകൊണ്ടാണ്. പിന്നെ ഇപ്പോഴാണല്ലോ ഈ ഉണ്ണികൃഷ്ണൻ പാറ്റിയുടെ അവതാരത്തെക്കുറിച്ചൊക്കെ വരുന്നത്. ഇപ്പോഴല്ലേ നിങ്ങളായാലും കോടതിയായാലും എല്ലാവരും കണ്ടുപിടിക്കുന്നത് ഇപ്പോഴാണല്ലോ. അപ്പം ഞങ്ങൾ ചെയ്തത് ഞങ്ങൾ കൃത്യമായി, ഞങ്ങൾക്കൊന്നും മറയ്ക്കാനില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾ ബോർഡ് തീരുമാനിച്ചു, അയാൾക്കൊരു കത്ത് അയച്ചു. എന്താ കുഴപ്പം? അത് അദ്ദേഹത്തിൻ്റെ പേരിലായതുകൊണ്ട് നിങ്ങളുടെ പേരിലാണ് ഈ വാറണ്ടി. അതുകൊണ്ട് നിങ്ങൾ ഈ കാര്യങ്ങളെ നിങ്ങളുടെ സേവനം വേണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടു. അത് സത്യസന്ധമായും സുതാര്യമായിട്ടുമാണ്. അതിനിപ്പോൾ എന്താ കുഴപ്പം? അപ്പം അത് ഞങ്ങൾക്ക് ഇദ്ദേഹത്തിൻ്റെ സേവനം ആവശ്യപ്പെടുന്നത് കൃത്യമായും സുതാര്യമായും സത്യസന്ധമായിട്ടുമാണ്. അത് 10 ഗ്രാമാണ്. അത് വാറണ്ടി ഉള്ളത് കൊണ്ടാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ദേവസ്വം വകുപ്പ് മന്ത്രിയായാലും ശരി, ദേവസ്വം ബോർഡ് എന്നുള്ള നിലയിലായാലും ശരി, ഞങ്ങൾക്ക് ഒന്നും മറയ്ക്കാനുമില്ല, ഒളിക്കാനുമില്ല. കൃത്യമായ കാര്യങ്ങൾ അന്വേഷണം. അതുകൊണ്ടാണ് കോടതിയിൽ സമഗ്രമായ അന്വേഷണം ഞങ്ങൾക്ക് കോടതിയുടെ എപ്പോൾ ആവശ്യപ്പെടാൻ പറ്റൂ. കാരണം ഇതുമായി ബന്ധപ്പെട്ട എല്ലാം കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയമായതുകൊണ്ട് ഞങ്ങൾക്കിത് കോടതിയിൽ മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. കോടതിയിൽ ഞങ്ങൾ ആവശ്യപ്പെടും ഇത്തരം അവതാരങ്ങൾ. നിങ്ങൾ നോക്കൂ, ഇവിടെ ഒരുപാട് പേര് പറയുന്നുണ്ടല്ലോ. ഇപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റിയാണല്ലോ ഈ വ്യാജ ആരോപണവുമായി വരുന്നത്. ഇപ്പം അയാൾ പെട്ടിരിക്കുകയല്ലേ? അയാളുടെ വാദഗതി ഏറ്റുപിടിച്ചുകൊണ്ട് 4 കിലോ സ്വർണം കട്ടുകൊണ്ടുപോയി എന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവ് ഇപ്പം എന്താ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കുറിച്ചൊന്നും മിണ്ടാത്തത്?